എന്റെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട പാലാ നിയോജക മണ്ഡലത്തിലെ ആം ആദ്മി പ്രവർത്തകര്, പ്രവിത്താനം ഈ ഗ്രാമത്തിലെ സഹൃദയരായ നാട്ടുകാരെ, 1974 സ്ഥാപിതമായി ഇന്ന് 50 വർഷങ്ങൾ പിന്നിട്ട നമ്മുടെ സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജൂബിലി വർഷമാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ നാട്ടുനടപ്പ് പ്രകാരം ജൂബിലി വർഷത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിക്കുകയും ദീർഘകാലം ജോലി ചെയ്യുകയും ചെയ്തവർക്കൊക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും മാനേജിംഗ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും സമ്മാനങ്ങൾ ലഭിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സപ്ലൈകോ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലാണ്. സമ്മാനങ്ങൾ ലഭിക്കേണ്ട അവസരത്തില് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. നമ്മുടെ ഈ സപ്ലൈകോ തുടങ്ങിയ കാലത്ത് എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത്? നിരന്തരമായി മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരായ അസംഘടിതരായ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 13 തരം ഐറ്റങ്ങൾ സബ്സിഡിയായും മറ്റ് 44,157 നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതെങ്ങനെയാണ് സാധ്യമാക്കേണ്ടത്? സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥർ കൃഷിക്കാരിൽ നിന്ന് ബൾക്കായി സാധനങ്ങൾ വാങ്ങിക്കുക. അങ്ങനെ കൃഷിക്കാർക്ക് മികച്ച വില ലഭിക്കുമ്പോൾ ഈ സാധനങ്ങൾ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വിതരണം ചെയ്യുമ്പോൾ സാധാരണക്കാരിൽ നിന്ന് വില കുറച്ച് ലഭിക്കും. അങ്ങനെ ഇരട്ട നേട്ടം വിഭാവനം ചെയ്ത് തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ്. അന്ന് ഇതിൽ ഇടനിലക്കാർ അല്ലെങ്കിൽ കോൺട്രാക്ടർമാർ എന്നൊരു വർഗമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ തങ്ങളുടെ പാർട്ടി ഫണ്ട് സ്വരൂപിക്കാനും തങ്ങളുടെ കീശ വീർപ്പിക്കാനുമായിട്ട് ഉദ്യോഗസ്ഥരെ വെറും ഉദ്യോഗസ്ഥരാക്കി അവരെ ഓഫീസുകളിൽ ഇരുത്തിയതിനു ശേഷം ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുക എന്നത് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചു. അങ്ങനെ കർഷകരിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതിന് പകരം മികച്ച സാധനങ്ങൾക്ക് പകരം ഏറ്റവും മോശമായവ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ എത്താനും അവ വലിയ വിലയിൽ സാധാരണക്കാരന് കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചു. ഇത് തികച്ചും നിഷേധാർഹമായ ഒരു പ്രസ്ഥാനമാണ്. ഈ സപ്ലൈകോ എത്രത്തോളം സഹായകരമായിരുന്നു എന്നതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു 2 മാസം മുമ്പ് ഈ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു വീട്ടിൽ സന്ദർശിക്കുകയുണ്ടായി. ആ വീട്ടില് ഏകദേശം 70 വയസ്സ് കടന്ന ഒരമ്മച്ചിയും 2 മക്കളും അവരുടെ മാതാപിതാക്കളും, അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ ഈ അമ്മച്ചോട് സംസാരിച്ചപ്പോൾ അമ്മച്ചി പറയുകയാണ്, എടാ റേഷൻ കടയിലെ അരി ജോണി ഒന്നിനും കൊള്ളുകയില്ല, അതിന് 3 വേവാ. അത് ഒരു സെറ്റ് അരി വെന്ത് വെള്ളമായാലും മറ്റൊരു സെറ്റ് വേകാതെ കിടക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, സപ്ലൈകോയോ? എടാ സപ്ലൈകോയിൽ അരി കിട്ടാനില്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചോണ്ടിരുന്നത് സപ്ലൈകോയിൽ നിന്നാണ്. 32 രൂപ 38 രൂപയ്ക്ക് നല്ല അരി കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ സപ്ലൈകോയിൽ അരിയില്ല. ഇത് പറയുമ്പോൾ ആ അമ്മച്ചിയുടെ കണ്ടം ഇടറുന്നതും വാക്കുകൾ മുറിയുന്നതും കണ്ണ് നിറയുന്നതും എനിക്ക് ശ്രദ്ധിക്കാനായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സംഭവിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അനുഭവിക്കുന്ന അസംഘടിതരായ ധാരാളം അമ്മമാർ ഇന്ന് നാട്ടിലുണ്ട്. തികച്ചും ഗൗരവകരമായ ഒരു വിഷയമാണ്. അതിനാൽ ഈ സമരം അതിനാൽ ഈ സമരം തികച്ചും അന്വർത്ഥമാണ്. നിങ്ങൾ എന്നെ ശ്രമിക്കുന്നവരായി നിങ്ങൾ എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മാറി ചിന്തിക്കണം. കാരണം കഴിഞ്ഞ 76 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അന്ന് മുതൽ ഇന്ത്യ ഒരു വികസന രാഷ്ട്രമായി തുടരുകയാണ്. നമുക്ക് ശേഷം രൂപപ്പെട്ട സിംഗപ്പൂർ, ഇസ്രായേൽ, അങ്ങനെ നിരവധി രാജ്യങ്ങൾ എല്ലാവരും വികസിത രാജ്യങ്ങളായി തീർന്നു. എന്നാൽ ഇന്ത്യ ഇന്നും ഒരു വികസന രാഷ്ട്രമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. ഇത് ഒരു കാലത്തും ഒരു വികസിത രാഷ്ട്രമായി മാറുകയില്ല ഇതേ രീതിയിൽ നമ്മുടെ നേതാക്കന്മാർ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ മാറി ചിന്തിക്കുക.
മാറ്റം സാധ്യമാണോ? തീർച്ചയായിട്ടും മാറ്റം സാധ്യമാണ്. നിങ്ങളാണ് മാറേണ്ടത്. എങ്ങനെയാണ് മാറേണ്ടത്? ഇലക്ഷൻ സമീപിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളെ പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും നിങ്ങളെ സമീപിക്കും. നമ്മുടെ പഴയ സുഹൃത്ത് ബന്ധം എന്നും പറഞ്ഞു ഒക്കെ ചെയ്തുകൊള്ളുക. പക്ഷെ വോട്ട് ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കും സൗഹൃദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക എന്ന്. അങ്ങനെ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സർവ്വവിധ കെടുകാര്യസ്ഥതയ്ക്കും അവസാനമുണ്ടാവും. നമ്മുടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമായി മാറുകയും ചെയ്യും. ഈ സമരത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ വരുന്ന ഇലക്ഷനുകളിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് നാട്ടുകാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.